ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി പഴയ നിയമത്തിൽ എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം അല്പമായിട്ട് ചിന്തിപ്പാനായിട്ട് ഇടയായിട്ടുണ്ട്. വീണ്ടും നാം ചിന്തിക്കുമ്പോൾ മരുഭൂമിയിൽ ഇസ്രായേലിനെ ബുദ്ധി ഉപദേശിച്ചത് ആത്മാവായിരുന്നു. പഴയ നിയമത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നെഹമ്യാവിന്റെ പുസ്തകം 9:20 അക്കാര്യം പറയുന്നു. അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ സങ്കീർത്തനക്കാർ ഗാനങ്ങൾ ആലപിച്ചത് യഹോവയുടെ ആത്മാവിലായിരുന്നു എന്നതും വ്യക്തമാണ്. അത് 2 ശമൂവേലിന്റെ പുസ്തകം 23 അധ്യായത്തിൽ ഇപ്രകാരം കാണുന്നു. ദാവീദിന്റെ അന്ത്യവാക്യങ്ങളാണിത്. ഇശായി പുത്രൻ ദാവീദ് ചൊല്ലുന്നു, ഔന്നത്യം പ്രാപിച്ച പുരുഷൻ ചൊല്ലുന്നു, യാക്കോബിൻ ദൈവത്താൽ അഭിഷിക്തൻ, ഇസ്രായേലിൽ മധുര ഗായകൻ തന്നെ, യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനോട് അരുളി ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ആ ഭാഗത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ അപ്പസ്തോല പ്രവൃത്തികളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ അതിന്റെ 16 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ അപ്പസ്തോല പ്രവൃത്തികൾ 1 അധ്യായത്തിന്റെ 16 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്. സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്തിന് നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു എന്ന് അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ അവിടെയും ആ യൂദയെ കുറിച്ച് പരിശുദ്ധാത്മാവ് അരുളി ചെയ്തതായ, നേരത്തെ അരുളി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ആ ഭാഗത്തും വ്യക്തമാക്കുന്നത്. ദൈവത്തിന്റെ വചനം ജനത്തോട് അത് ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രവാചകന്മാർ ഉത്തേജനം പ്രാപിച്ച് ഒരു പ്രവചിച്ച അനേക സന്ദർഭങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് വീണ്ടും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശയ്യാ പ്രവചനം 61 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും എന്ന് പറഞ്ഞു തുടങ്ങുന്നതാണ് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അവിടെയും ആത്മാവിന്റെ പ്രവൃത്തി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കൂടാതെ അനേക പ്രവാചകന്മാരിൽ പഴയ നിയമത്തിൽ പ്രവർത്തിച്ച ആത്മാവിന്റെ പ്രവൃത്തികൾ നമുക്ക് സമയത്തിന്റെ ചുരുക്കത്താൽ ചില റെഫറൻസുകൾ മാത്രം പറഞ്ഞു പോകാനേ സാധിക്കുന്നുള്ളൂ. മീഖ 3:8, അതേപോലെ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20:14, 24 അധ്യായത്തിന്റെ 19-20, 1 ശമൂവേലിന്റെ പുസ്തകം 10 അധ്യായത്തിന്റെ 5-6 വാക്യങ്ങള്, സംഖ്യാപുസ്തകം 11:29 വാക്യം തിരുവചനം കൂടി എടുത്തു വെച്ച് ധ്യാനിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് അത് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും നാം ചിന്തിക്കുമ്പോൾ സ്വന്തം ഹൃദയങ്ങളിൽ നിന്ന് പ്രവചിക്കുന്ന കള്ളപ്രവാചകന്മാരെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞല്ലോ, വ്യാജാത്മാവിന്റെയും പ്രവൃത്തിയുണ്ട്. അത് യെഹെസ്കേൽ പ്രവചനം 13:2-3 വാക്യങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്. ദൈവത്തിന്റെ ജനത്തിന് ഒരു സന്ദേശം നൽകുന്നതിന് ദൈവത്തോട് ശരിയായ ബന്ധത്തിൽ ആയിരിക്കാത്ത ഒരുവന്റെ മേൽ ദൈവാത്മാവ് വരുന്നതും നമുക്ക് ബിലയാമിനോടുള്ള ബന്ധത്തില് കാണാം. അത് അവൻ വലിയ പ്രവാചകനായതുകൊണ്ടോ അല്ലെങ്കിൽ അവൻ വിശുദ്ധനായതുകൊണ്ടോ അല്ല, എന്നാൽ ദൈവത്തിന്റെ ജനത്തോട് ദൈവത്തിന് ദൂതറിയിക്കേണ്ടതിന് വേണ്ടി അവന്റെ മേലും ദൈവത്തിന്റെ ആത്മാവ് കടന്നു എന്നതാണ് സംഖ്യാപുസ്തകം
24-ാം അധ്യായം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. കാരണം അന്ന് ഇസ്രായേൽ ജനം അവര് ദൈവവഴി വിട്ട് പലപ്പോഴും പോവുകയാണ്. അപ്പോൾ തന്നെ അവർ പ്രവാചകന്മാരെ വിളിച്ച് ആലോചനയൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ബിലയാമിലൂടെ പോലും ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇടപെട്ടതായും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് നാം ചിന്തിക്കുമ്പോൾ വെളിപ്പെടുത്തലിന്റെ ഉദ്ദേശത്തോടെയാണ് ആത്മാവ് അവന്റെ മേല് വന്നത് എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇത് പ്രവാചകൻ എന്ന ഒരു അംഗീകാരമായിട്ടല്ല, അല്ലെങ്കിൽ ഒരു വിശുദ്ധ പ്രവാചകന്റെ അംഗീകാരമായിട്ടല്ല അപ്പോൾ അവന് സംസാരിപ്പാനായിട്ട് ഇടയായി തീർന്നത്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മഹാപുരോഹിതനെ കൊണ്ടുപോലും ആ സത്യം പറയിപ്പിച്ചത് യേശുവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തില്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 47 മുതല് മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി നാം എന്ത് ചെയ്യേണ്ടു, ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ എന്ന് അവർ യേശുവിനെ എതിരായി ക്രൂശിൽ തറയ്ക്കാൻ നിൽക്കുന്ന ആ സമൂഹമാണ്. എന്നാൽ അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും, റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയുമെന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തൻ, ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവ് തന്നെ അവരോട്, നിങ്ങൾ ഒന്നും അറിയുന്നില്ല, ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞ് മഹാപുരോഹിതനിൽ കൂടെ പോലും യഥാർത്ഥമായി ആ ദൈവത്തിന്റെ ദൂത് അറിയിപ്പിക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്നതാകുന്ന സത്യം, പഴയ നിയമത്തിൽ ദൈവം ഇന്ന് പുതിയ നിയമത്തിൽ നമുക്ക് കാണുന്നത് പോലെയുള്ള ആത്മാവിന്റെ പ്രവൃത്തിയല്ല. അപ്പോൾ തന്നെ അപ്പോൾ ദൈവത്തിന്റെ ദാസന്മാരുടെ മേൽ, പ്രവാചകന്മാരുടെ മേൽ ഒക്കെ ദൈവത്തിന്റെ ആത്മാവ് വസിച്ചിരുന്നതും ദൈവത്തിന്റെ ദൂത് കൈമാറ്റം ചെയ്തതും ഒരു വേള നേരത്തെ പറഞ്ഞതുപോലെ വിശ്വസ്തരല്ലാത്തവരിൽ കൂടി പോലും ദൈവം ഇടപെട്ടിട്ടുള്ളതായ സന്ദർഭങ്ങളാണ് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ വ്യാജ പ്രവാചകന്മാരുണ്ട്, വ്യാജാത്മാവിന്റെ പ്രവൃത്തികളുണ്ട്. അപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന തന്റെ കുഞ്ഞുങ്ങളോട് ദൈവം എത്രയധികം തന്റെ ആത്മാവിലൂടെ ഇടപെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവകരങ്ങളിൽ നമ്മെ വീണ്ടും ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ, അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ, കേഴുവാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ.
മാനസം കണ്ട വിണ്ണിൻ തടാകമേ, മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നീളം തെന്നലേ, രക്തസാക്ഷികളാഞ്ഞു പുൽകിയ പുണ്യജീവിത പാത നീ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ.